ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നി പരീക്ഷയുടെ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഒരു വ്യത്യസ്തമായ ഒരു ടാസ്ക് ആണ് നടന്നത്. അതായത് 2 ഇമോജി കൊടുത്തിട്ട് അതിനകത്ത് നിന്ന് ഇഷ്ടമില്ലാത്ത മത്സരാർത്ഥികളും ഇഷ്ടമുള്ള മത്സരാർത്ഥിയും തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇഷ്ടമല്ലാത്തവർ നേർക്ക് ഒരു വൊമിറ്റ് ചെയ്യുന്ന ഒരു ഇമോജിയും അതേപോലെ മറ്റൊരു ലവ് സിമ്പിളുള്ള ഒരു ഇമോജിയുമാണ് അത് കൊത്തി കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇവിടെ ടാസ്കിൽ പൂജ തിരഞ്ഞെടുത്ത ഇഷ്ടമുള്ള മത്സരാർത്ഥി എന്ന് പറയുന്നത് ഷിബിനെയാണ്. ഷിബിനെ പിന്നെ ഇഷ്ടമില്ലാത്ത മത്സരാർത്ഥി ആയത് ശ്യാമിനി ആയിരുന്നേ. ഷിബിനെ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം വ്യക്തമാക്കാൻ പറഞ്ഞ സമയത്ത് ഷിബിന ഒരു മികച്ച ബി മെറ്റീരിയൽ ആണ് എന്നാണ് പൂജ ഇവിടെ പറയുന്നത്. ടാസ്കുകളിൽ തന്ത്രപരമായിട്ട് കളിക്കുന്നതിനോടൊപ്പം തന്നെ എപ്പോഴും ശ്രദ്ധേയനായ മത്സരാർത്ഥിയായിട്ടാണ് ഷിബിനയെ തനിക്ക് കാണാൻ കഴിയുന്നത് എന്നാണ് പൂജ പറഞ്ഞത്. ഷിബിനയുടെ ഗെയിമും പ്ലാനുകളും ടാസ്കിലെ പ്രകടനമൊക്കെ തന്നെയാണ് തനിക്ക് ഷിബിനയെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്നും പൂജ പറയുന്നുണ്ട്. അതേസമയം ശ്യാമിന് ഇഷ്ടമല്ലാത്ത മത്സരാർത്ഥിയെ തിരഞ്ഞെടുത്തതിന്റെ കാരണം പൂജ പറയുന്നത് ശരിക്കും ശ്രദ്ധേയമായി കേട്ടോ. ഒരു കാലത്ത് അതായത് ഈ അഗ്നിപരീക്ഷയുടെ തുടക്കത്തില് ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, അതായത് ആ ഒരു പൂട്ട് തുറക്കുന്ന ഒരു ടാസ്ക്. അതിനിടയിലുള്ള സംഭവമാണ്. അതായത് ശ്യാമ് താക്കോൽ എടുത്തു വച്ചിട്ട് പൂജയ്ക്ക് നൽകാതെ ഇരുന്നതായിരുന്നു എന്നാണ് പൂജ പറയുന്നത്. അപ്പോ ശ്യാം എങ്ങനെയാണ് ടോപ്പ് ലെവലിലേക്ക് എത്തിയത് എന്ന് പോലും തനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ചില ഘട്ടങ്ങളിൽ ശ്യാമിനെ ഭാഗ്യം പിന്തുണച്ചത് കൊണ്ടാണ് എത്തിയത് എന്ന് തോന്നുന്നു എന്നാണ് പൂജ പറയുന്നത്. അതേസമയം ശ്യാമിനെ കുറിച്ച് നല്ലൊരു കാര്യം പറയുന്നത് ശ്യാമിനെ വളരെ നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. വ്യത്യസ്തമായ ഒരു വ്യക്തിത്വം ശ്യാമിന് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത് സത്യമാണ്. എന്നാൽ ആ കഴിവുകൾക്കനുസരിച്ചുള്ള പ്രകടനമൊന്നും മത്സരത്തിൽ ഇതുവരെ കാണിച്ചിട്ടില്ല എന്നാണ് പൂജയുടെ വിലയിരുത്തല്. ഇനിയിപ്പോ നമുക്ക് നോക്കാം ശ്യാം ഇനി മുന്നോട്ടുള്ള എപ്പിസോഡുകളൊക്കെ എങ്ങനെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് കേട്ടോ.